ഇക്വാലിറ്റി ആക്ച്വലി ഉണ്ടോ, അല്ലെങ്കിൽ സമത്വം ശരിക്കും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിരിക്കും, പിന്നെ കുറച്ചൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള നോളജും അതിനകത്ത് വേണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇക്വാലിറ്റി? നമുക്കറിയാവുന്ന എന്താണ് സമത്വം. അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ അവനെ പോലെ തന്നെയാണ്, അവൻ്റെ തുല്യമാണെന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഇക്വാലിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു വിശ്വാസമാണത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു തിരിച്ചറിവാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത് ഇക്വാലിറ്റിയെ പറ്റി. പക്ഷേ ഇക്വാലിറ്റിയിൽ കുറേ തലങ്ങളുണ്ട്. സോഷ്യൽ, എക്കണോമിക്കൽ, അപ്പിയറൻസ്, റിലീജിയൻ, ഓപ്പർച്യൂണിറ്റീസ്, ജോബ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇനിയുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഒരു എന്താണ് പറയുക, സ്റ്റേജസ് അല്ലെങ്കിൽ തലങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒത്തുവരുമ്പോഴാണ് ആക്ച്വൽ ഇക്വാലിറ്റി ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആൾക്കാർക്കിടയിൽ ഒരിക്കലും ഒത്തുവരത്തില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒത്തു വന്നാൽ പോലും മൊത്തം ഒത്തുവരത്തില്ല. കാരണം മനുഷ്യരുടെ ഇടയിൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇനക്വാലിറ്റി ഉണ്ടാകുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. പലപ്പോഴും സിമ്പിൾ കാരണമാണ്. എൻ്റെ കണ്ണ് നീല കണ്ണാണ്, നിൻ്റെത് കറുത്ത കണ്ണാണ് എന്നും പറഞ്ഞ് അടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, എനിക്ക് ഉയരമുണ്ട്, നിനക്ക് ഉയരം കുറവാണ്, എനിക്ക് വണ്ണമുണ്ട്, നിനക്ക് വണ്ണം കുറവാണ് എന്ന് പറഞ്ഞ് കളിയാക്കുകയും അതിനെ തുടർന്ന് അടിയാകുന്നവരുണ്ട്. സോ ഇനക്വാലിറ്റി ഉണ്ടാകുവാനായിട്ട് വലിയ കാരണങ്ങളൊന്നും വേണ്ട. കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതായിട്ടുള്ള അല്ലെങ്കിൽ ബിലീഫ്സ്, ഐഡിയോളജീസ്, അതൊക്കെ കാരണം അടിയുണ്ടാകുന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ്. സോ കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അടിയുണ്ടാകുകയും ഫൈറ്റ് ആകുന്നവരുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അവിടേക്കാണ് വോക്ക് മെൻറ്റാലിറ്റിയൊക്കെ വരുന്നത്. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താ പറയുക, ഇക്വിറ്റി അല്ലെങ്കിൽ അവെയർ ആയിട്ടിരിക്കുക, എല്ലാ കാര്യത്തെ പറ്റി അവെയർ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഹോമോഫോബിയ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അവെയർ ആയിട്ടിരിക്കുകയും ഇക്വാലിറ്റിക്ക് പകരം ഇക്വിറ്റി കൊണ്ടുവരിക എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവരുടേത്. പക്ഷെ അവിടെയും പാളുന്നതെന്ന് പറയുന്നത്, എല്ലാത്തിനെയും പറ്റി അവെയർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇക്വാലിറ്റി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അവർ ഫ്രീക്ക് ഔട്ട് ചെയ്യും. അവർക്കത് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ കുറച്ച് വിഷയമാകുമ്പോഴത്തേക്കും അവർ മെൽറ്റ് ഡൗൺ ആവും. അതാണ് നമ്മൾ ഈ കാണുന്ന കേരൻസിൻ്റെ മെൽറ്റ് ഡൗണ്, വോക്കായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടക്കാഴ്ചയിലൊക്കെ നമ്മൾ കാണുന്നത്. അവർക്ക് ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രയാസമാണ്. അപ്പോൾ ഇത്രയും തലങ്ങളിൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ പാടായതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്? ആക്ച്വലി ഇക്വാലിറ്റി ആണോ നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തരുന്നത്? അല്ല. എൻ്റെ വിശ്വാസം ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം. അതായത് ഇക്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പാടാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ലോ ആൻഡ് ഓർഡർ, നിയമങ്ങളും വിശ്വാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക, ഒരു ഫിയർ ഇൻഫ്ലിക്റ്റ് ചെയ്യുകയാണ്. അതായത് നീയും ഇവനും കോംപ്രമൈസ് ആകണം, നിങ്ങൾ തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കോംപ്രമൈസ് ആകണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫിയർ ഇൻഫ്ലിക്റ്റ് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ നോക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്കൊരു റിലീജിയൻ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവന് വേറൊരു റിലീജിയൻ ഉണ്ട്. സോ ഇവരുടെ റിലീജിയൻ തമ്മിൽ കമ്പയർ ചെയ്യാൻ തുടങ്ങി, അടിയായി. അപ്പോൾ നിയമമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കേസൊക്കെ കൊടുത്ത് അത് ഒതുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ പോലീസൊക്കെ ഉണ്ടെന്നുള്ള പേടിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊന്നും ഉണ്ടാക്കാതെ ചിലപ്പം ഒതുങ്ങിപ്പോയേക്കാം. ആ സ്ഥാനത്ത് അവിടെ പോലീസൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ തല്ലും, വലിയ കൂട്ടടിയാകും, യുദ്ധമൊക്കെ ആവും. സോ അതുകൊണ്ട് തന്നെ ഫിയർ ഇൻഫ്ലിക്റ്റ് ചെയ്തുകൊണ്ട് അവർ ഇക്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുമല്ല, ഒരു ഫിയറിലൂടെ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇക്വാലിറ്റി. സോ നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാനും കുട്ടിയായിരുന്ന കാലത്ത് കേട്ടിട്ടുണ്ട്, ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വേണം, അത് ഉടനെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇക്വാലിറ്റി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നൊക്കെ നമ്മൾ കുറേ ഷുവർ കോട്ടിങ് സ്റ്റോറീസ് കേട്ട് വളർന്നിട്ടുള്ളവരാണ്. പക്ഷേ റിയാലിറ്റി ഈസ് ഓഫ്റ്റൻ ഡിസപ്പോയിൻറ്റിങ്. അതായത് ആക്ച്വൽ കാര്യം മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലായത് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഇമ്പോസിബിൾ ടാസ്ക്കാണ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഫിയർ ഇൻഫ്ലിക്റ്റ് ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ട് കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും, പക്ഷേ ഇക്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല.